ഹായ്. 2025 ജനുവരി മുതൽ ജൂലൈ വരെ ഞാൻ കണ്ട സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാൻ പറ്റുന്നൊരു പടം ഇന്നലെ ഞാൻ കണ്ടു. അത് ശ്രീ ഗണേഷ് ഡയറക്ട് ചെയ്ത 3BHK എന്ന് പറയുന്ന തമിഴ് പടമാണ്. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പടം. ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ മീൻസ് അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ഇപ്പോൾ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും മീൻസ് 100-ൽ 99.99% ആൾക്കാരും ശ്രമിച്ചിട്ട് ഒരു 0.1% ആൾക്കാരൊക്കെ ജയിച്ചു പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. അതായത് വല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ലക്ക് ഫാക്ടറും കൂടി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മോട്ടിവേറ്റഡ് ആകാം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഈ സിനിമ തരുന്നൊരു മോട്ടിവേഷൻ. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകാൻ, അതായത് നമ്മളെ ഒന്ന് ഫോഴ്സ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടാക്കുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റി തരും. നമുക്ക് ഇടയ്ക്ക് കാണാൻ വേണ്ടി തോന്നും. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ട് നമുക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ സിനിമ ശരിക്കും നിങ്ങൾ കണ്ടു നോക്കുക. തിയേറ്ററിൽ ആൾക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഇത് 2 മണിക്കൂർ 20 മിനിറ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും ട്രൂലി അതൊരു വല്ലാത്തൊരു മോട്ടിവേഷനാണ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു പടം. ഈ സിനിമയുടെ ശരിക്കുള്ള സ്റ്റോറി 3BHK എന്ന് പറയുന്നൊരു സ്റ്റോറി ഉണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അരവിന്ദ് സച്ചിദാനന്ദമാണ് എഴുതിയിട്ടുള്ളത്. ആ ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്ഷനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല ആർട്ടിസ്റ്റുകളാണ്. അതായത് ശരത് കുമാർ, സിദ്ധാർത്ഥ്, ദേവയാനി, പിന്നെ മീത രഘുനാഥ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഈ സിദ്ധാർത്ഥിന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഫാമിലിയാണ്, അച്ഛനും അമ്മയും 2 കുട്ടികളുള്ള ഒരു ഫാമിലി. മിഡിൽ ക്ലാസ് അല്ല, ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി. ഈ ലോവർ മിഡിൽ ക്ലാസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഒന്നും ശരിക്കും സത്യത്തിൽ മിഡിൽ ക്ലാസ് ഒന്നും അല്ല. അതായത് മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വർഷം ഒരാൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിലും അവരുടെ ഫാമിലിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സത്യത്തിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു മാസം ജോലിക്ക് പോകാതിരുന്നാലോ ഒരാഴ്ച ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാലോ കടം വാങ്ങിയും പട്ടിണി കിടന്നും വല്ലാണ്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ബിലോ, അതായത് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ ഈ ഒരു ഫാമിലിയും ലോവർ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ഒരു ഫാമിലിയാണ്. സിനിമയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട്, 3BHK എങ്ങനെയാണല്ലോ, ബെഡ്റൂമും കിച്ചണും ഹോളും, സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫാമിലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും. ഈ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് എല്ലാം വന്ന് പറയാറുണ്ട്, സ്വന്തം വീട് വെക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഫിനാൻഷ്യലി ലയബിലിറ്റി ആണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, വാടക വീടാണ് കുറച്ചുകൂടി പ്രോഫിറ്റ് എന്നൊക്കെ. അതൊക്കെ വെറും ബ്ലണ്ടറാണ്. അതായത് 5-6 ഏക്കർ സ്ഥലവും സ്വന്തമായിട്ട് ഫ്ലാറ്റും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുത്തനാണ് മറ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് പറയാറുണ്ട്. അതായത് വാടക വീടാണ് ബെറ്റർ, സ്വന്തം വീട് ലയബിലിറ്റി ആണ്. അതൊക്കെ എത്ര വലിയ ബ്ലണ്ടർ ആണെന്ന് ഈ പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്വത്വമാണ് അല്ലെ, എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫാമിലിയുടെ മറ്റൊരു വീട്ടിലേക്കുള്ള ഈ ഷിഫ്റ്റിങ്ങിലൂടെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പോക്ക് തന്നെ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഫാമിലി എന്ന് വെച്ചാല് വല്ലാണ്ട് കഷ്ടപ്പെട്ട് അച്ഛൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ശരത് കുമാറിന്റെ ക്യാരക്ടർ. ദേവേനയുടെ ക്യാരക്ടറാണ് അമ്മ. അവർക്ക് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വീട്ടമ്മയാണ്. 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്. അതിൽ സിദ്ധാർത്ഥിന്റെ ഒരു മേക്ക് ഓവർ ആണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്നത്. സിദ്ധാർത്ഥ് ഓൾമോസ്റ്റ് 40+, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ്. പക്ഷെ താടിയെല്ലാം ക്ലീൻ ഷേവ് ചെയ്ത് യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവരുത്താൻ വേണ്ടി പറ്റും. ആ ഒരു ക്യാരക്ടറിന്റെ ഇൻഡിവിജ്വൽ സ്റ്റോറി എടുത്തു കഴിഞ്ഞാലും അത് വളരെ റിലേറ്റബിൾ ആണ്. അതായത് 10ാം ക്ലാസ് വരെ അയാളുടെ റീജിയണൽ ലാംഗ്വേജ് തമിഴ് ലാംഗ്വേജിൽ സ്കൂളിൽ പഠിച്ചിട്ട് +2 സയൻസ് എടുത്ത് പഠിച്ച്, അത് അയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എടുത്ത് പഠിച്ച് +2 ശേഷം ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇയാള് ചില ഡ്യൂ ടു സം കാര്യങ്ങൾ കൊണ്ട് ഇയാള് IT ഫീൽഡിലേക്ക് പോകേണ്ടി വരുന്നു. സോ ഇയാൾ എന്തിനാണ് പഠിക്കുന്നതെന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അതിനനുസരിച്ച് സപ്ലികൾ കയറി വരുന്നു. എന്തായിത്തീരുന്ന ഒരു ഐഡിയ ഇല്ല. അതേസമയം തന്നെ ഈ ഫാമിലിയുടെ മൊത്തം പ്രഷറും ഈ കുട്ടികളുടെ മേലെ വരുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ വല്ലാണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് സിനിമയിൽ കയറി വരുന്നുണ്ട്. പിന്നെ ഈ പടത്തിലെ ഈ പ്രധാനപ്പെട്ട 4 ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവ് തോന്നിയത് ഈ സിദ്ധാർത്ഥിന്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന ഒരു ആളുണ്ട്, മീത രഘുനാഥ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആ ഒരു നടിയുടെ പേര്. ആ ഒരു ക്യാരക്ടർ തരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് എത്ര സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കും അങ്ങനെ സൊല്യൂഷൻ
ഇമോഷൻ ഒക്കെ പറഞ്ഞത് ആരെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നല്ലൊരു ക്യാരക്ടറാണ്. അതായത് ഞാൻ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് കണ്ടിട്ടുള്ള സിനിമകളിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. ആ കഥാപാത്രത്തെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശരത് കുമാറിന്റെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലേ, വളരെ സബ്റ്റിൽ ആയിട്ടുള്ള ആക്ടറാണ്. അതായത് ആക്ടിംഗ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഇയാൾ നിസ്സഹായനായി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇയാളുടെ ജോലി ഒരു ഘട്ടത്തുന്ന സമയത്ത്, അതായത് 2005-7 അങ്ങനെയാണ് ഈ സിനിമ വരുന്നത്. സോ ഈ 90s സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്, 90s അവസാനമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് നന്നായിട്ടുണ്ട്. 2000 സ്റ്റാർട്ടിങ് സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതായത് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോണ്, പിന്നെ നമ്മുടെ ചുറ്റുപാടും, അതായത് 2007 എന്നുള്ള പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ അത്ര ഡെവലപ്മെന്റ് ഒക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, ടെക്നോളജി ഒക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഒക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ. ആ ഒരു സമയമൊക്കെ നല്ല രീതിയിൽ സിനിമയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇവര് റിസൾട്ട് നോക്കുന്ന ഒരു സീൻ ഉണ്ട്, അതും നമുക്ക് വല്ലാണ്ട് നൊസ്റ്റാൾജി ആയിരിക്കും. ഒരു 2007-2008 സമയത്തൊക്കെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് റിസൾട്ട് നോക്കുക വെച്ചാൽ അത് ഒരു ചടങ്ങ് പോലെ ആയിരുന്നല്ലോ ആ ഒരു ഭാഗം. ഈ ഭാഗങ്ങളിലൊക്കെ ഈ ശരത് കുമാറിന്റെ അഭിനയം എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇയാൾ പല സ്ഥലത്തും തീരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയി പോകും. അയാളുടെ ജോലി ഒരിക്കലും സെറ്റ് ആവുന്നില്ല. അതിൽ തന്നെ കുറെ കോമ്പറ്റീഷൻ കയറി വരുന്നുണ്ട്. ഇയാളുടെ മകനാണെങ്കിൽ ഒരു തോൽവിയാണ്. അതായത് തോൽവി മീൻസ് അവന് പഠിക്കാനുള്ള കഴിവില്ല മീൻസ് ഇവൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന്, പക്ഷെ ചെയ്യേണ്ടി വരുന്നത് മറ്റൊന്ന്. ഇതിൽ ശരത് കുമാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കൊഞ്ചം അഡ്ജസ്റ്റ് പണ്ണുങ്കോ ഫ്യൂച്ചർ നല്ലതായിരിക്കും. അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഫ്യൂച്ചർ നല്ലതായിരിക്കുന്നത്. അവസാനം വരെ ഇയാൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഫ്യൂച്ചർ വരുന്നൊക്കെ പറഞ്ഞിരുന്ന് പ്രസന്റ് ടൈം ഇങ്ങനെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തൊലഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് ഒരു ഘട്ടത്തുന്ന സമയത്ത് ഈ ഫാമിലി തന്നെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം എന്നുള്ളൊരു ഡിസിഷനൊക്കെ എടുത്ത് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഈ സിനിമ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. നമുക്കിത് പറഞ്ഞ് കൺവേ ചെയ്യാനായിട്ട് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. പിന്നെ ഈ പടത്തിൽ ഈ സിദ്ധാർത്ഥിന്റെ കഥാപാത്രം ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് തോറ്റു പണ്ടാരടങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട്, ഫുള്ള് മഴയെല്ലാം നനഞ്ഞിട്ട്. ആ മഴ സീൻ ഉണ്ടല്ലോ, അത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് തന്നെയായിരുന്നു. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വാടക വീട്ടിൽ മൊത്തം വെള്ളം കയറിയിട്ട് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥിന്റെ കഥാപാത്രം കയറി വരുന്നത്. ഇവൻ വളരെ പ്രതീക്ഷിച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് പൊളിഞ്ഞ് പാളിസായിട്ട് വരുന്ന സീനാണ്. ആ സീൻ എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ പാരസൈറ്റ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, കൊറിയൻ പടമില്ലേ, ആ പടത്തിലും നമ്മുടെ പാരസൈറ്റിലെ മെയിൻ കഥാപാത്രങ്ങളുടെ വീട്ടിലെ മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് ഇവരുടെ ടോയ്ലറ്റ് സീറ്റിലെ അതിൽ കൂടി വെള്ളമെല്ലാം പുറത്തേക്ക് വരുന്നൊരു സീനുണ്ട്. എനിക്ക് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് തോന്നിയത്. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഇൻസിഡന്റുകളും അവരെങ്ങനെയാണ് ഈ സിറ്റുവേഷനോട് സ്ട്രഗിൾ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കി പുറത്ത് കടക്കുന്നത് എന്നുള്ളത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പടം എന്ന് വെച്ചാലില്ലേ, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു വരുന്ന ആൾക്കാർക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വല്ലാണ്ട് ഒരു ഹോപ്പ് തരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്കെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കലല്ല. ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, സ്വിച്ച് ഇട്ടതുപോലെ ഒരാളുടെ ലൈഫ് ടപ്പ് ചെയ്യുന്ന മാറ്റി കളയും. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും ഒരു ആവറേജ് മനുഷ്യൻ എങ്ങനെയാണോ അവന്റെ ലൈഫിൽ രക്ഷപ്പെട്ട് മേലോട്ട് വരിക, അതേപോലെ തന്നെയാണ് സിനിമയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. മെല്ലെയാണ് ഒരുപാട് തോൽവികളിൽ കൂടി തോറ്റു പതുക്കെയാണ് ഇവർ മേലോട്ട് കയറി വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പടത്തിന്റെ മ്യൂസിക് ആണ്. ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അമൃതാണ്. അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ ഇല്ല, അദ്ദേഹമാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമുക്ക് എക്സാക്ട്ലി ലൈക്ക് മലയാളത്തിലെ ചില ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുടെ ഒരു ട്രാക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ശ്രദ്ധിച്ചിരുന്നാലേ അത് ആ സിറ്റുവേഷന് യോജിക്കുന്നുണ്ട്, വല്ലാണ്ട് ഓടായിട്ടൊന്നും തോന്നില്ല, പക്ഷെ സിറ്റുവേഷനോട് യോജിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ദേവയാനിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി പോകേണ്ട ഒരാളുടെ ഒരു അവസ്ഥയാണ് ആ സിനിമ കാണിച്ചിരുന്നത്. അത് ഈ സ്ത്രീകളുടെ പ്രശ്നം, സ്ത്രീകളുടെ വലിയ എന്തോ പ്രശ്നം ഞാൻ പറയാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു രീതിക്കല്ല, സബ്റ്റിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്താണ് സംഭവിക്കുന്നുള്ളത്. പിന്നെ എനിക്കിതിൽ വളരെ ഓടായിട്ട് തോന്നിയ രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ സിദ്ധാർത്ഥിന്റെ സിസ്റ്ററുടെ കല്യാണം, അത് എനിക്ക് തോന്നുന്നു അത് വല്ലാണ്ട് ചടപടയുന്നായ പോലെ തോന്നി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ സ്വിച്ച് ഇട്ടതുപോലെയൊക്കെ മാറുന്നു, അതുപോലെ തോന്നി. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ ഒരു കല്യാണ നിശ്ചയമുണ്ട്, അതും ചടപടയുന്നാക്കിയതുപോലെ തോന്നി. ഒന്ന് തട്ടിക്കൂട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അതൊക്കെ നെഗ്ലിജിബിൾ ആണ്. ഇതിന്റെ കോർ ടീമിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയിൽ സിദ്ധാർത്ഥിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവൻ കോളേജിൽ പോകുന്ന സമയത്ത് ഇവനൊരു ഫ്രണ്ടിനെ കിട്ടും, ഇവനെ പോലെ തന്നെ തോൽവിയായിട്ടുള്ള ഒരാള്. അയാൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ട് അയാൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോഴത്തേക്കല്ലോ നമ്മളെ അത്ഭുതപ്പെട്ടു. അതായത് നമ്മുടെ കൂടെ ഒരുമിച്ച് പഠിച്ച ചില ആൾക്കാർ, അതായത് നമ്മളെക്കാളും അക്കാഡമിക്കലി വീക്കർ ആയിട്ടുള്ള ഒരാള്
ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ ഇവൻ ചില ഗോളുകൾ അച്ചീവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. സോ അതുമായിട്ട് നമുക്ക് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ യോഗി ബാബുവിന്റെ കഥാപാത്രം അടിപൊളിയായിരുന്നു. സോ ഈ 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് നമ്മളിൽ പലർക്കും നമ്മളുടെ തന്നെ ലൈഫ് എന്താണ് സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു 3 BHK. ഈ പടം ശരിക്കും ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്ന മലയാളം തമിഴ് ഫീൽ ഗുഡ് മൂവികളെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു പടം കൂടിയാണ് 3 BHK. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പടം. ആൾക്കാർ വളരെ കുറവാണ് തിയേറ്ററിൽ ഇത് കാണാൻ വേണ്ടി. ഇത് മിസ്സായിരുന്നെങ്കിലല്ലേ എനിക്കൊരു വലിയ മിസ്സായേനെ. തിയേറ്റർ വാച്ച് മിസ്സായിരുന്നെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായി പോയേനെ. ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 130 രൂപയും 2 മണിക്കൂർ 20 മിനിറ്റും ഇല്ലേ, അത് വർത്താണ്. മീൻസ് അത് നമുക്ക് പിന്നെ ഒരിക്കലും കിട്ടില്ല. ഫോണിൽ ഇത് എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ പടം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി തോന്നും. ഇത് മുന്നോട്ട് തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഹോപ്പ് ഈ സിനിമ ഉണ്ടാക്കി തരുന്നുണ്ട്. ചില സിനിമകളൊക്കെ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ചില ഹോപ്പൊക്കെ ഇട്ട് വരും. അതായത് പഠിച്ച് UPSC പരീക്ഷ എഴുതി IAS കാരനാവുന്നത്, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ, അതായത് 99% ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തതും ബാക്കിയുള്ള 1% ആൾക്കാർ ഹാർഡ് വർക്ക് കൊണ്ടും ലക്ക് ഫാക്ടർ കൊണ്ടും രക്ഷപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ടൈപ്പ് മോട്ടിവേഷൻ ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു സാധാരണക്കാരൻ ഒരു ബിലോ ആവറേജ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഈ സമൂഹത്തിലുള്ള എല്ലാ ഈ സൊസൈറ്റി നമുക്ക് തരുന്ന ചില പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൊസൈറ്റി തരുന്ന നമുക്ക് ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഒരാൾ ഓവർകം ചെയ്ത് അവസാനം അയാൾ എങ്ങനെ അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നു, അതാണ് ഈ പടം. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഗ്രേറ്റ് വർക്കാണ്. ശ്രീ ഗണേഷിന്റെ ഒരു അടിപൊളി വർക്കാണ്. എല്ലാ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ്, ശരത് കുമാർ, ദേവയാനി, പിന്നെ സിദ്ധാർത്ഥിന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചൈത്ര, അവരുടെ പെർഫോമൻസും ചെറിയ റോളാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലൈവാസൽ വിജയ് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള റോളാട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് ഒരു സൂപ്പർ റോളാണ്. കുറച്ചേ ഉള്ളൂ, പക്ഷെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കുഞ്ഞു 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 ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗ്രേറ്റ് മൂവി 3 BHK. മിസ്സാക്കരുത് ഈ പടം. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ കണ്ടിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. ഗ്രേറ്റ്, നല്ല പടം.